ദേവികുളം നിയോജക മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആര്യയ്ക്ക് മുമ്പാകെ എത്തിയാണ് എസ് രാജേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാന ജില്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് എസ് രാജേന്ദ്രൻ പത്രികാ സമർപ്പണം നടത്തിയത്. ദേവികുളം നിയോജകമണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എസ് രാജേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ 11 മണിയോടെ മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആര്യയ്ക്ക് മുൻപാകെ എത്തിയാണ് എസ് രാജേന്ദ്രൻ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാന ജില്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എത്തിയാണ് എസ് രാജേന്ദ്രൻ പത്രികാ സമർപ്പണം നടത്തിയത്. ദേവികുളം മണ്ഡലത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ ഇത്തവണ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം എസ് രാജേന്ദ്രൻ പറഞ്ഞു. മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതോടൊപ്പമുണ്ട്. അന്ന് LDFിൽ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഇതിലുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിയിൽ അന്നു മുതൽ നേതൃത്വം നൽകിയവരും ഇപ്പം ഉണ്ട്. മാറ്റം ഉണ്ടായത് സമൂഹത്തോട് മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ് ഈ മാറ്റം. അതുകൊണ്ട് തീർച്ചയായും മാറ്റം ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് ഈ പ്രക്രിയ കാണിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണ ശേഷം പ്രവർത്തകർ എസ് രാജേന്ദ്രന് സ്വീകരണം ഒരുക്കി. തുടർന്ന് പ്രവർത്തകർ ദേവികുളം ടൗണിൽ പ്രകടനം നടത്തി. എസ് രാജേന്ദ്രന്റെ രംഗപ്രവേശനത്തിലൂടെ BJPയെയും NDAയും ദേവികുളം മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. വലിയ മുന്നേറ്റം മണ്ഡലത്തിൽ ഉണ്ടാക്കാമെന്ന NDA നേതൃത്വവും കണക്കുകൂട്ടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ.